വിഷു തൂക്കി പിള്ളേർ തൂക്കി അടിപൊളി സൂപ്പർ സൂപ്പർ അടിപൊളി പടം അടിപൊളി നൈസാണ് സൂപ്പർ പൊളി നെഞ്ചു വലിച്ചിറങ്ങി വരാം സൂപ്പർ പടം നല്ലൊരു പടം പവർ പാക്ട് ഒരു പടമാണ് തല്ലിപ്പടിപ്പിച്ചോണ്ട് കിട്ടി അടിപൊളി സൂപ്പർ അടിപൊളി പടം അടിപൊളി അടിപൊളി ആക്ഷൻ രംഗങ്ങളാണെങ്കിലും എടുത്ത രീതിയാണെങ്കിലും റഹ്മാൻ ഖാന്റെ ഡയറക്ഷൻ ആണെങ്കിലും ജിംഷികയുടെ എല്ലാ വർക്കാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റിലും കാണേണ്ട ഒരു മൂവിയാണ്. മീൻസ് എന്റർടൈൻഡ് ആയിട്ട് ഒരു ഫൈറ്റ് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കോമഡി എന്റർടൈൻമെന്റ് മൂവിയാണ്. ജസ്റ്റ് എല്ലാവരും പോയി കാണാം. പടം ഞാൻ ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടാണ് പറയേണ്ടത് പടം എങ്ങനെയാണ്. ആസ് എൻ ആക്ടർ ഹു വാസ് ഇൻ ദ ഫിലിം ഐ തിങ്ക് ഇറ്റ് വാസ് എൻ അമേസിംഗ് ഫിലിം. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ഇസ് വാട്ട് ഐ വുഡ് സേ. നല്ലൊരു പടം പവർ പാക്ട് ഒരു പടമാണ്. നസ്ലിനെ പോലെ ഒരു ആക്ടറോട് നമ്മൾ ഇത്രയും ഈ ലെവലിലുള്ള ഒരു പെർഫോമൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യും. സോ നെട്ടിച്ചില്ല ബിക്കോസ് ഐ വാസ് എക്സ്പെക്ടിങ് such a great performance from him. So അതൊരു സർപ്രൈസ് അല്ലായിരുന്നു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നസ്ലിനാണ് നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും ഡെഫിനറ്റ്ലി. ഇല്ല പഠിച്ചിട്ടില്ല. ഇതിനു വേണ്ടി നമ്മൾ ബോയ്സിന്റെ ഒപ്പം അതങ്ങനെ ഞങ്ങളെ തല്ലിപ്പടിപ്പിച്ചോണ്ട് കിട്ടി. അതെ പറയാം. ഒരു 5 മാസം ജോഫിൽ എന്ന് പറഞ്ഞൊരു കോച്ചാ. ഇടിയോ എനിക്കോ ഇടി കിട്ടാണ്ട് പഠിക്കൂലല്ലോ. നല്ല ഇടി കൊടുക്കാൻ പറ്റുള്ളൂ. ട്രെയിനർ ഉണ്ടായിരുന്നു നമുക്ക് പ്രോപ്പർ. ജോഫിൽ എന്ന് പറഞ്ഞൊരു കോച്ചായിരുന്നു. അപ്പൊ ആള് റമാനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഇത് ബോക്സിങ് അറിഞ്ഞിട്ട് വേണം പിന്നെ അതിൽ നമുക്ക് എങ്ങനെയാണോ ആ ക്യാരക്ടറിന്റെ കൊറിയോഗ്രാഫി വേണ്ടേ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളായിരുന്നു. അപ്പൊ ആദ്യമേ ഞങ്ങള് ബോക്സിങ് എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതേപോലെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വിത്തിൻ 5 months ഒരു മൊത്തം ഒന്നും പഠിക്കാൻ ഇനിയും കിടക്കുകയാണ് ബോക്സിങ്. പക്ഷെ നമ്മൾ പരമാവധി ഡിഡ് ദാറ്റ് ഇൻ 5 months. അപ്പൊ ചെക്കൻ പൊളിയല്ലേ. ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിസ് വർക്ക്. ഭയങ്കര ഞാൻ പറയും എപ്പോഴും മൈന്യൂട്ട് റിയാക്ഷൻസും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. പിന്നെ നമ്മൾ 5 മാസം ട്രെയിൻ ചെയ്ത കാരണം പിന്നെ ഫാമിലി ഫ്രണ്ട്സായി സുഹൃത്തുക്കൾ തന്നെയായി. അപ്പോൾ ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. നമ്മളൊരു ആക്ടർ എല്ലാവരും ടീം എന്നുള്ളതല്ല. എല്ലാവരും ഒരുമിച്ച് തന്നെ അങ്ങ് പോവാ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്തു. അത്ര അടിപൊളി സൂപ്പർ അടിപൊളി 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 സൂപ്പർ അടിപൊളിയാണ്. പടം ഈ പറഞ്ഞ പോലെ റഹ്മാൻ ഖാന്റെ തല്ലുമാലയൊക്കെ കഴിഞ്ഞിട്ട് പടം വരുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എല്ലാവരും ഒരുപാടധികം എഫേർട്ട് ഇട്ട് ചെയ്തൊരു സിനിമയാണ്. ജിംഷിയുടെ വർക്ക് ആയാലും അതുപോലെ വിഷ്ണു വിജയുടെ മ്യൂസിക്, നസ്ലിൻ ലുക്കു, ഗണപതി എല്ലാവരും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്തൊരു പടമാണ്. ബോക്സിങ്ങിനെ ആ സ്പോർട്ടിനെ അത്രയും നന്നാക്കി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. ഇതിൻ്റെ സൗണ്ടായാലും അതായത് ക്യാമറ വർക്ക്സ് ആയാലും അഭിനയിക്കുന്നവരായാലും അത്രയധികം എഫേർട്ട് ഇട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് നന്നാക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ തിയേറ്ററിൽ നിന്ന് കണ്ടാൽ ഭയങ്കര അടിപൊളിയാവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ കണ്ടിറങ്ങിയ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ പടം കാണണം. താങ്ക് യു. പാഷൻ ഡെഡിക്കേഷൻ വളരെ സന്തോഷമുണ്ട് അവരായിട്ട് ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയല്ലേ. താങ്ക് യു. പടത്തിൽ വളരെ അവരൊത്തിരി ഹാർഡ് വർക്ക് ചെയ്തത് അവരൊരു 6-7 months ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു ട്രെയിൻ ചെയ്ത്. അപ്പോൾ അവർ അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്ത്. അപ്പോൾ പടത്തിൽ തന്നെ പഞ്ചസ് ലാൻഡ് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിൽ നല്ലോണമൊക്കെ അവർ പണി എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 10 years ബോക്സിങ് ചെയ്യുന്നുണ്ട്. അവർ 6-7 months ആയിട്ട് ഡെഡിക്കേഷനായിട്ട് ഇടി വാങ്ങിയിട്ട് ഞാൻ ഒരു തവണ സോറി പറഞ്ഞ് പുള്ളിയോട് പറഞ്ഞ് നസ്ലിൻ ബ്രോ ഓക്കെ ആണോ ഇടി കൊണ്ട് സോറി പറഞ്ഞു. അപ്പോൾ പുള്ളി പറയും സനു ബ്രോ ഒരു കുഴപ്പമില്ല ഇടിച്ചോ അത് സിനിമയാണ് പെർഫെക്ഷന് വേണ്ടിയാണെന്ന്. അപ്പോൾ അവിടെയാണ് അവരുടെ ഡെഡിക്കേഷൻ. വളരെ സന്തോഷമുണ്ട് ഈ സിനിമയുടെ പാർട്ടാകാൻ സാധിച്ചല്ലേ. കാണുന്ന എല്ലാവരും പോയിട്ട് റഹ്മാനിക്കയുടെ എല്ലാം ജിംഷിക്കാലും എല്ലാവരും പ്രേക്ഷകരുടെ കൂടി തിയേറ്റർ എക്സ്പീരിയൻസ് കോഴ്സ് എനിക്കൊന്നും പറയാറിയില്ല. ഫസ്റ്റ് മൂവിയല്ലേ അത് കാരണം ഒരു ടെൻഷൻ. അടിപൊളിയാണ്. അത് എല്ലാം കോമഡി ഉണ്ട്. പഞ്ചും കാര്യങ്ങളെല്ലാം ഓരോ പഞ്ച് നമുക്കിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഈശ്വരാന്ന് തോന്നുന്ന ഓരോ ഷോട്ടും ഉണ്ട്. ഞെട്ടിച്ചു. എല്ലാവരും വർക്ക് ചെയ്തതിന്റെ എല്ലാ റിസൾട്ടും കാണുന്നുണ്ട്. അടിപൊളി. നിങ്ങളെല്ലാം കാണൂ. കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയൂനി. പടം നല്ലൊരു ഹിറ്റാക്കി തരാം എന്നുള്ളതാണ്. പറയാനായിട്ട് ഇപ്പോഴും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ റിസൾട്ട് ഉണ്ട് എന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ ബാക്കി നമുക്ക് പിന്നീട് പറയാം.